എങ്ങോട്ട് പോകാൻ ഈ നോക്കി നിൽക്കുന്നേ? വിടത്തില്ല നിന്നെ ഞാൻ. നിനക്കൊരു പറഞ്ഞ ഒരു തൊള്ളി അനുസരണയില്ല. ഒളിഞ്ഞു നോക്കൊന്നും വേണ്ട കേട്ടോ. ഒരു സങ്കടക്കാരൻ വന്നു നിൽക്കുന്നു. നമ്മുടെ വീട്ടിലോട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇങ്ങനെ കാറ്റിലും മഴയിലും മരം, താഴത്തെ വീട്ടിലെ തേക്ക് മരം വീണതാണേ. ഒരാൾ നോക്കുന്നുണ്ടോ? മുത്തുമണി, അച്ചടി പാവം, അച്ചടി പാവം ചക്കര ഉച്ച പൂട്ടിയിട്ടോ അമ്മ. നീയേ വെളിയിൽ പോയി ആർമാദിക്കോ. ഉള്ള കാലിലും കയ്യിലും എല്ലാം മൊത്തം ചെളി പറ്റിച്ചു വെക്കാം. മുത്തുമണി, അവന് പറഞ്ഞ ഒരു തുള്ളി അനുസരണയില്ലേ, അതുകൊണ്ട് അവനെ അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് കാണിക്കാൻ വരെ വാ. ഇതുണ്ടോ നമ്മുടെ ഇതുണ്ട്, തൂണെല്ലാം പോയി. താഴെ നിന്നിരുന്ന ഒരു തേക്ക് മരം മറിഞ്ഞ് വീണത്, ഇതെല്ലാം പോയി. അവരുടെ താഴെ നിന്നൊരു വീട്ടുകാരുടെ തേക്ക ഇങ്ങ് വരെ എത്തി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം നമ്മുടെ കാറിൻ്റെ മേളിലോട്ടൊന്നും വീണില്ല. ഇതുണ്ട്, ഷീറ്റൊക്കെ ചടങ്ങിയിട്ടുണ്ട് ചകടം. ഈ ഷീറ്റിൻ്റെ മേളിൽ കൂടെ തട്ടിങ്ങി പോരുമായിരുന്നു. അപ്പുറത്തെ ആ വീട്ടുകാരുടെയും മതിലിൻ്റെ അകത്തെ മതിൽ കുറച്ച് പോയിട്ടുണ്ട്. ഇവിടം വരെ വന്ന് കിടന്നു മരം. നമ്മുടെ മുത്തിൻ്റെ കൂട് ഒക്കെ ചളങ്ങിപ്പോയിരുന്നു. മുത്തവൻ കൂട്ടി കിടക്കാറില്ല, പക്ഷെ അവന് വന്നപ്പം വാങ്ങിച്ച കൂടായിരുന്നു ഇത്. ഇതെല്ലാം പോയി. ഇത് ഷീറ്റൊക്കെ പൊട്ടിപ്പോയി. കൂടി പാടയത്തിൽ കാലൊക്കെ പോയി. അല്ല മുത്തായി, മുത്തുമണി, മുത്തിൻ്റെ കൂടി പോയില്ലേ? മുത്തിൻ്റെ കൂട് എന്തിയേ? മുത്തിൻ്റെ കൂട് എന്തിയേ? കൂട് എന്തിയേ? കൂടെ എവിടെ ഇരുന്നേ? ഇതുണ്ടോ, ഈ വീടിൻ്റെ ഇവിടെ നിന്നിരുന്ന തേക്കിൻ്റെ മരമായിരുന്നു കേട്ടോ ഈ കുറ്റി. ഇതിവിടുന്ന് മറിഞ്ഞ് നേരെ അങ്ങറ്റം വരെ എത്തി. ചക്കരയ്ക്ക് സമാധാനമില്ല ഇറക്കി വിടാഞ്ഞിട്ട്. ഇറക്കി വിടാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. ഒളിഞ്ഞു നോട്ട വീരൻ ചക്കര പൊന്നാനി. പിണങ്ങി അമ്മയോട്? ഇച്ചിരി പിണങ്ങി എന്നോട്. കയ്യിലിരിപ്പ് മുഴുവൻ മോശ കേട്ടോ. വിടത്തില്ല മുത്തായി. കണ്ണും